ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചണ റോസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് കടല കുതിർത്ത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതലിട്ട് റെഡിയാക്കിക്കോണം കേട്ടോ. ഇച്ചിരി കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം 1/4 ടീസ്പൂൺ ഞാൻ പറഞ്ഞത് ഉപ്പ് ഞാൻ ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ അടച്ച് വെച്ച് ഒരു 5-6 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 സവാള, 2 പച്ചമുളക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില എടുക്കണം. വേപ്പില നല്ലോണം കഴുകിയെടുക്കണം. നമ്മുടെ നാടൻ വേപ്പിലാണെങ്കിൽ നല്ലൊരു സ്മെല്ലും രുചിയൊക്കെ കൂടുതലായിരിക്കും. അത് തന്നെ എടുക്കാൻ ശ്രമിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലോണം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം ഞാൻ അതിനായിട്ട് കടല വേവിച്ച് ഇവിടെ കുക്കറിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ടുള്ള ചേരുവകളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്കൊന്ന് അരിഞ്ഞ് എടുക്കാം. അപ്പം ഞാൻ ആദ്യം തക്കാളി ചേർക്കുന്ന കാര്യം മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ 2 തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ അരിഞ്ഞ് നമുക്ക് വഴറ്റി ചേർക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം. ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടി കൊടുക്കുന്നത് നല്ലോണം ഒന്ന് മൊരിയട്ടെ. നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ കുറച്ച് ഇടി മസാല വേണം. അതിനായിട്ട് കുറച്ച് പെരുംജീരകവും, കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, അതും കൂടി വേണമെങ്കിൽ ഒരെണ്ണോ നിങ്ങളുടെ ഇഷ്ടത്തിന്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണ്ട. ഇപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് ഇടിച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 1/2 സ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 സ്പൂണ് പെരുംജീരകം, 2 ഗ്രാമ്പു, ഇത്രയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുക്കുക, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനത് നമുക്ക് ഇടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം തേങ്ങാക്കൊത്താണ്. അത് നമുക്ക് പുറകെ പറയാം. ഞാൻ ഇതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് നമുക്ക് അതുകൂടെ ഇട്ട് കൊടുക്കണം. അത് ഞാനിപ്പോൾ ഇതൊക്കെ ഇടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. നമ്മുടെ സവാള ഇവിടെ നല്ലവണ്ണം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആകട്ടെ കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 2 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം കിടന്ന് ഇത് വെന്ത് യോജിക്കട്ടെ. അത് നമുക്കൊന്ന് നല്ലോണം ഇളക്കി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം വേണ്ട കേട്ടോ. ഈ വെള്ളം തന്നെ മതി. നമ്മുടെ കടലയിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്നെങ്കിൽ അത് ഊറ്റി മാറ്റുക. ഇത്തിരി വെള്ളം മതി. ഞാൻ ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ച ഇടി മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി വെച്ചേക്കണ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. വേണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഈ റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ. ഇതിൻ്റെ ആ കുത്തന് മണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇത്ര നേരം അത് വെയിറ്റ് ചെയ്യാം. നമുക്ക് മുളക് പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിന് നല്ലോണം യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം കടല കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നോക്കിയപ്പോൾ അതിന് ഇത്തിരി ഉപ്പ് കുറവാണ്. ഇത്തിരി ഉപ്പോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഒരു ഇത്തിരി വേപ്പില കൂടെ തൂവി കൊടുക്കണം. പിന്നെ ഇത്തിരി എണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡിയായി കഴിഞ്ഞു. നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത്തിരി എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോൾ ആ മുളകിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു എരിവ് രസം കൂടുതലായിട്ട് നിൽക്കില്ല, അതൊന്ന് മാറിക്കിട്ടും നമുക്ക്. എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ചോറിൻ്റെ കൂടെ അതിക്ക് ചിലവർക്ക് ചാറ് കറിയൊന്നും ഇഷ്ടപ്പെടില്ല. അവർക്ക് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ചണ റോസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയണത്. എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ എല്ലാവരും. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിതൊരു സർവിംഗ് ബോളിലേക്ക് മാറ്റണം. അപ്പം ഞാൻ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.